ശ്രീ എ കെ അങ്ങ് നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു 40 വർഷം കോൺഗ്രസ് പാട്ടുപാടിയെന്ന്. ശരിയാണ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമായി മാറുകയാണ്. അവിടെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതും ഇപ്പോൾ ഏകദൈവ വിശ്വാസമുള്ളവർക്ക് കൂടി രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി ആലപിക്കാൻ കഴിയുന്നതും ഒക്കെ ആകണം എന്ന് ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ ആദ്യത്തെ സർക്കാർ ദേശീയ നേതാക്കളുടെ സർക്കാരാണ് എന്നുള്ളതാണല്ലോ. ആ സർക്കാർ പോലും അംഗീകരിക്കുന്നു, അന്നത്തെ നേതാക്കൾ പോലും അംഗീകരിക്കുന്നു എന്നതുകൊണ്ടല്ലേ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ദേശീയ ഗീതമായി മാറിയത്? ഇല്ല, 37 കഴിഞ്ഞ് 48 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഘട്ടത്തിൽ പറഞ്ഞല്ലോ. അതായത് അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് പറഞ്ഞല്ലോ വന്ദേ മാതരം പാടണം എന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, അത് പുനർവിചിന്തന വിധേയമായിക്കൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ 2026 ഇപ്പോൾ നമ്മളൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ നേരത്തെ ആദ്യത്തെ 2 സ്റ്റാൻസുകളാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത് അല്ലേ? അങ്ങനെയല്ലേ? അതിനൊരു കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 സ്റ്റാൻസ് എന്നോ 6 സ്റ്റാൻസ് പാടണോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ ഡോക്യുമെന്റ്സിൽ കാണുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കാലോ. പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദിനേക്കാണ്. ഞങ്ങൾ ഇതിലുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഇതിനകത്ത് ശ്രീ എ കെ രാജനോട് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. അതിൽ വസ്തുതാപരമായ പിശകുണ്ട് അങ്ങ് ആ പറഞ്ഞതിൽ. മാത്രമല്ല അത് എന്തുകൊണ്ടാണ് അത് ഈ 2 സ്റ്റാൻസ മാത്രമായി നിജപ്പെടുത്തുന്നതിന്റെ കാരണമടക്കം വ്യക്തമാക്കപ്പെട്ടതുമാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അത് പറയുകയും ചെയ്തു. അത് നേരത്തെയുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആ ഒരു പ്രാക്ടീസ് പിന്തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മുഴുവനായിട്ട് ആലപിക്കാം എന്നും അതിനും തടസ്സമൊന്നുമില്ലല്ലോ. മുഴുവനായിട്ട് ആലപിക്കാൻ പാടില്ല എന്നുണ്ടോ ആ തീരുമാനത്തിനില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ഓഫ് ഡിസ്പ്യൂട്ടായിട്ട് എടുക്കേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ ഉയർന്നുന്ന വേറൊരു കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. BJPക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞു. BJP എപ്പോഴാണ് ഉണ്ടായത്? ഈ പാർട്ടി എങ്ങനെയാണ് ഈ 47 നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നീടുണ്ടായ BJP പങ്കെടുക്കുക? അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്. 60കളിലുണ്ടായ CPIM എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക? അപ്പോൾ CPIയിൽ നിന്ന് വിഭജിച്ച് പോയതല്ലേ CPIM. കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഗാന്ധിജി പറഞ്ഞതല്ലേ കോൺഗ്രസിനെ പിരിച്ചുവിടണം. ഇതൊക്കെ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കട്ടെ, അതിലെങ്കിലും എതിർപ്പില്ലാതിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് വന്ന ശേഷമല്ലേ സർദാർ പട്ടേലിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതിമയുണ്ടായത്? ഈ ഗവൺമെൻറ് വന്ന ശേഷമല്ലേ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഡൽഹിയിൽ ഒരു സ്മാരകം ഉണ്ടായത്? അപ്പോൾ ഈ ദേശീയ നേതാക്കന്മാരാരും നമ്മൾ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഗാന്ധിജിയെ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? അപ്പോൾ ആരും അതിനെ തള്ളേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ചില ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളുടേത് മാത്രമാണ്. അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ദേശീയ സ്മാരകങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദേശീയ തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നുള്ള വ്യക്തികളും രാഷ്ട്രപിതാവായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ പേര് ഇനി പറയുകയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി ഇതൊന്നുമില്ലാതെയാണോ കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർത്തത്? യാതൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ആണോ കോൺഗ്രസ് ദേശീയ മന്ത്രിസഭയായിരുന്നു? അല്ല, അതൊരു ദേശീയ മന്ത്രിസഭയായിരുന്നു. ദേശീയ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉൾക്കൊള്ളുമായിരുന്നു. സ്വാതന്ത്ര്യം ചേർത്തിട്ടുണ്ട്. അല്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. BJP പോലെ അല്ല, കോൺഗ്രസിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. കോൺഗ്രസിന്റെ എതിരഭിപ്രായം ഏത് ചർച്ചയെയും ഈ രീതിയിൽ അലമ്പാക്കുക, ഈ രീതിയിൽ അലമ്പാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ നിൽക്കൂ. നിങ്ങളിപ്പോ ഒരു MLA ആണ്. നിങ്ങൾക്ക് ആ ഒരു ബോധ്യമെങ്കിൽ നിങ്ങൾ വെക്കൂ. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്. ആ ഒരു ബോധ്യങ്ങൾ വെച്ച് പുലർത്തും. നിങ്ങൾ തൃക്കരിപ്പ് ആണ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ ചെറിയൊരു നോട്ട് ഞാൻ എടുത്തു. ഇപ്പൊ മാധു പറഞ്ഞു, ഞാനത് കേട്ടു. പിന്നെ അത് കോൺഗ്രസിന്റെ വിശാലമായ നിങ്ങൾ പോകുന്നത്
ശ്യാമപ്രസാദ് മുഖർജി വിശാലമനസ്കതയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുമായിട്ട് ഒരു യോജിപ്പില്ല ശ്യാമപ്രസാദ് മുഖർജിക്ക്. ശ്യാമപ്രസാദ് മുഖർജിക്ക് കൂടെ തീരുമാനമെടുത്തിട്ട് അദ്ദേഹം വന്നത് മന്ത്രിസഭയിലേക്ക്. എന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വിശാലമായ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ നിന്ന് ലിയാഖത്ത് അലി പാക്കിൽ പ്രതിഷേധിച്ച് മാറിയതല്ലേ ശ്യാമപ്രസാദ് മുഖർജി? നിങ്ങളെക്കാളും വിശാലമായ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നിങ്ങൾ ഔദാര്യമാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ കോൺഗ്രസ് ഒരു ഔദാര്യം ശ്യാമപ്രസാദ് മുഖർജിയോട് ചെയ്തു എന്നൊരു വ്യവസായത്തിലാക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾക്ക് ആരോട് ഇങ്ങനെ സർദാർ പട്ടേലിനോടുള്ള നിലപാടെന്താ? അല്ലെങ്കിൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനോട് നിലപാടെന്താ? അദ്ദേഹം കോൺഗ്രസിൽ മത്സരിച്ച് പരാജയപ്പെട്ടില്ല. അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടില്ല സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് ഇങ്ങനെ വിശാലമായ മനസ്കതയുള്ള കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ളവർ വളരെ എന്താ പറയാ കോൺഗ്രസിനോടൊപ്പം ചേരാൻ തയ്യാറായിട്ടുണ്ട്. ജനകീയ സർക്കാർ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരുമായിട്ട് പാടുക. സന്ദീപ് വാര്യർ ചെയ്യേണ്ട ഇതാണ്. AICC ആസ്ഥാനത്ത് പാടിയ വന്ദേ മാതരം ഉഷാറായിട്ട് ഗംഭീരമായിട്ട് തൃക്കരിപ്പൂർ പോയിട്ട് പാടുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ശരിയായ ഒരു കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴത്തെ സാഹചര്യം. നിങ്ങളൊന്ന് പാടിത്താ, ഒരു മിനിറ്റ് തെറ്റാ, നിങ്ങളൊന്ന് പാടിത്താ. മാധു അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ പാടി. നിങ്ങൾക്കറിയില്ല നിങ്ങൾ വേണ്ട. എന്റെ സന്ദീപ് വാര്യരെ ചർച്ച ചെയ്യുന്നില്ല. ഒരു BJP തെറ്റാതെ പാടാറില്ല. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകരുത് എന്നത്. Debate with Madhu Saji.